ചോദിച്ചപ്പോൾ കയറുന്ന പറഞ്ഞിട്ടാ, നമുക്ക് പോയി നോക്കാം എന്തൊക്കെ ചെയ്യണം. ഞാൻ പൊന്നെ ഒരു രക്ഷയില്ല. നമ്മൾ ലോങ് എന്ന് കാണുമ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷയില്ല. മലയാളം കേട്ട് കോരിത്തരിച്ച് നിൽക്കട്ടാ. ഞങ്ങള് കേറി മടുത്ത് വണ്ടിയിൽ കുറെ നേരം നിൽക്കുമ്പോ രസമായിരുന്നു. പിന്നെ ഡ്രൈവർ അത്യാവശ്യം അടിപൊളിട്ടാ ആ ചങ്ങായി. അപ്പൊ ഫുൾ ഓഫ് റോഡ് ഫുള്ള് സീനാണ്. അവിടെ വണ്ടി തെന്നി പോണുട്ടാ. ഹലോ മച്ചാന്മാരെ, എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എങ്ങനെയാ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. എന്താണ് ബാഹുബലി ജെർണ എന്ന് പറഞ്ഞൊരു വാട്ടർഫാൾസ് ആണ് കാശ്മീർ തന്നെ ഉള്ളത്. ഒരു 3 മണിക്കൂർ അതിലാണ്. ഓക്കെ, ഒരു 3 മണിക്കൂർ റൈഡാണല്ലോ കേട്ടോ നമുക്ക് അതിലേക്ക്. അപ്പോൾ ഇതാണ് നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ റൂം. ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെയാണ് നമ്മുടെ റൂം വരുന്നത്. ഇന്നലെ ഫുള്ള് നൈറ്റ് വീഡിയോസ് ആയിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് കേട്ടോ. അപ്പോൾ അതൊന്നും കാണാത്തവരുണ്ടെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടുപോവാ. നമ്മൾ ട്രെയിനിൽ ഇവിടെ അങ്ങനെ എത്തി, എന്തൊക്കെയാണ് പരിപാടി, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനിയിപ്പോൾ നേരെ പോണത് അതുപോലെ ബാഹുബലി ആ ഒരു വെള്ളച്ചാട്ടത്തേക്കാണ്. അപ്പോൾ പോണ വഴിയിൽ കാഴ്ചകളും വെള്ളച്ചാട്ടത്തിലെ കുറേ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോസ് വരുന്നത്. ഡ്രൈവറും വന്നുട്ടാ, നേരെ കയറുക പോവാന്നുള്ളതാണ്. എയർപോർട്ട് അക്കുവിൻ്റെ ബ്രദറും കൂടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നേരെ വാട്ടർഫാൾസിലേക്ക് പോവാം. ഗുഡ് മോർണിംഗ്. അതെ അതെ, നമ്മളതാ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയാട്ടാ പോണ വഴിക്ക്. ഇനി തന്നെ സിമ്മൊന്ന് ചേഞ്ച് ആയിരുന്നു. ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് കയറി നോക്കാം. നമ്മുടെ കറി വന്നിട്ട് എന്തോ ഒരു കടലക്കറിയാണ്. എന്തായാലും രസമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പൂരിയായിട്ട് ഓർഡർ ചെയ്ത് പൂരിക്കിതാ നമ്മുടെ ഒരു കടലക്കറി. എന്തായാലും കഴിക്കട്ടെ. എന്തൊക്കെ സ്ഥലം സ്വീറ്റ്സ് ആണ് നോക്കിയാൽ. എനിക്ക് പേരും കൂടെ അറിയില്ല കേട്ടോ. ഇഷ്ടം പോലെ സ്വീറ്റ്സ് ആണ്. അടുക്കി വെച്ചിരിക്കുക. ഇവിടെ ഉണ്ട്, അതുപോലെ ഇതിൻ്റെ അടിയിലുണ്ട്. കണ്ട എൻ്റെ മോനെ കാണുമ്പോൾ തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. പേടയൊക്കെ അടിപൊളി സാധനം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതൊക്കെ എനിക്ക് നമ്മുടെ അവിടെ എന്താണ് ഏതൊരു പരിപാടിക്ക് കൊടുക്കൂലേ, അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. ഫുള്ള് സ്വീറ്റ്സ് ആണ് കണ്ടോ. കുറേ ഇങ്ങോട്ട് വന്ന് കുറേ വേറെ തന്നെ ഒരു പ്ലേസിൽ എത്തിയിട്ടാ പിള്ളേരവിടെ കാറുണ്ട്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് മേടിക്കാന്ന് പറഞ്ഞ് എത്തിയതാണ്. ഫ്രഷ് ഫ്രൂട്ട്സ് ഏതാ കിട്ടുന്നത് വെച്ചാൽ ഒരു 1 കിലോ എടുക്കുക. ഓറഞ്ച് ആപ്പിൾ 1 കിലോ എടുക്കുക. അതുപോലെ ആയിരിക്കും, അറിയില്ല, നോക്കിയെടുത്തു. എനിക്ക് അറിയില്ല ചേട്ടാ. എത്ര നോക്കൂ അങ്ങനെ പീസ് കണക്കാണ്. ഒരു ഡസൻ വരെ പെട്ടെന്നോ. ഈ ഒരു പഴം മേടിക്കാം അല്ലേ. ഞങ്ങളെന്തായാലും സാധനം മേടിക്കാം. അപ്പുവിൻ്റെ ബ്രദർ ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ സിമ്പിളാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആളോട് ഒരു 4 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കേട്ടോ കുട്ടി ഒരേ കളിയിട്ടാ. ഞാൻ ആദ്യം വന്നാണ്. ഫുള്ള് ഡാൻസ് മൂഡാണ്. നമ്മൾ കുറേ ദൂരം ഇങ്ങോട്ട് വന്നിട്ടോ. അപ്പോൾ ഫുൾ ഓഫ് റോഡ് ഫുള്ള് സീനാണ്. ഇവിടെയാണ് ചോളം കൃഷിൻ്റെ അടിയിൽ കൂടെയൊക്കെ പോവുകയാണ്. 17 കിലോമീറ്റർ ഓഫ് റോഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല എവിടെ എത്തുന്നത് എന്തൊക്കെ ആവുന്നത്. നമ്മൾ പോയി നോക്കണം. നമ്മുടെ കയ്യിൽ ഇന്നോവ ഉള്ളത്. എല്ലാവരും പറഞ്ഞിട്ട് 4x4 വേണം. ഓഫ് റോഡ് ശരിക്കും എത്തിയില്ല. ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പു സീന് ഗ്രാമങ്ങളും ഗ്രാമങ്ങളും മലകളും താണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇതിൽ വ്യൂ ഒക്കെ ഉണ്ട്, അടിപൊളിയായില്ലേ. ഇത് ഷെയ്ക്കായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ. എത്തിയിട്ടില്ല എന്നാട്ടാ പറയണേ. ഓഫ് റോഡ് ഇത് സാമ്പിള് മാത്രം. എന്താ ചേട്ടാ പറ, എന്താ പറയാനുള്ള പറ. മൃഗങ്ങൾ അതാ ഇത്ര നേരം വന്നിട്ട് ഞാൻ അത്രയും വലിയ കാടായിട്ട് അതൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അച്ഛനും അതും കൂടെ കാണിച്ചു കൊടുക്കണം. നമ്മള് ഫുള്ള് ചളിയാട്ടാ. എൻ്റെ മോനെ അവിടുന്ന് വണ്ടി കയറുമെന്ന് അറിയില്ല. റോഡ് വയ്ക്കാനുള്ള അവസ്ഥ. വണ്ടി നമ്മുടെ ഇവിടെ ഇങ്ങനെ റേസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ട വിഷ്ണു ഇറങ്ങ്. ഈ ഓഫ് റോഡ് നമ്മൾ ഇന്നോവയും കൊണ്ട് കയറാൻ പറ്റുമെന്ന് നോക്കണം. ഇന്ന് എന്തൊക്കെ കാണാൻ നടക്കണം. ഇന്നും ഓഫ് റോഡ് ആയിട്ടില്ല എന്നാട്ടാ പറയണേ. എനിക്ക് കൊണ്ട് 18 കിലോമീറ്റർ ഏകദേശം ഈ ഒരു ഇതുകൊണ്ട്. ഇവിടെ ചില ഏരിയയിൽ മാത്രം പ്രശ്നമുള്ളൂ. അപ്പോൾ പുഷ് ചെയ്യണാ, വണ്ടി തള്ളണ, പിടിച്ച അടാ വണ്ടി തെന്നി പോണട്ടാ. വണ്ടി എന്തായാലും മെല്ലെ വരട്ടെ. റോഡൊന്നും വലിയ പ്രശ്നം തോന്നുന്നില്ല. വല്ല മൃഗങ്ങളൊക്കെ ഉണ്ടാവുക. ലെറ്റ്സ് ഗോ. കുഴപ്പമില്ലല്ലോ അല്ലേ. അങ്ങോട്ട് റോഡൊന്നും വലിയ സീന് കാണല്ലോ. എത്ര കിലോമീറ്റർ പോകേണ്ടി വരുന്ന അറിയില്ല കേട്ടോ. 17 പറയുന്നുണ്ട്. 1 മണിക്കൂറൊക്കെ കാണിക്കുന്നത്.
ഞങ്ങള് വണ്ടി കയറിയിട്ട് അല്ലല്ല വേറെ വിളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എന്തായാലും വണ്ടി കയറിയിട്ടുണ്ട്. ഇവിടുന്ന് റോഡ് വലിയ കുഴപ്പമില്ല, ആ ഒരു ടേണിങ് മാത്രം പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ പോവാട്ടാ. എന്താ പറഞ്ഞത്? കുറച്ച് ഇടയ്ക്ക് സീനുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, വണ്ടി പോകുന്നു. ആ കേറില്ല അപ്പൊ അവിടെ ചോദിച്ചപ്പോ കേറുന്ന പറഞ്ഞിട്ടാ. നമുക്ക് പോയി നോക്കാം, എവിടെയെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഇറങ്ങി തള്ളാം. പെട്ട് കഴിഞ്ഞാലാണ് സമയം ചെറിയാക്കൂ. അയ്യോ സീന്. എവിടെ വഴി? അതാണേ വഴി മലയിലോട്ട് കണ്ടോ? ചോദിച്ചപ്പോ കേറുന്ന പറഞ്ഞു. നമുക്ക് പോയി നോക്കട്ടെ, ഇറങ്ങി തള്ളേണ്ടി വരും. തള്ളു 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 ഇന്ത്യ ആക്കാണ്ട് പോയതാട്ടാ. ഫസ്റ്റിലാകല്ലേ പോയിട്ട് ഇറങ്ങി പോടാ പറയും. അടിപൊളിയല്ലേ? റൈറ്റ്. ആഹാ കിടിലൻ സ്ഥലമാട്ടോ, നല്ല ഫ്രെയിം. എന്തായാലും ഞങ്ങൾ അവിടെ വഴിയൊക്കെ ചോദിച്ചിട്ടുണ്ട്. നേരല്ല കെട്ടിടങ്ങളൊക്കെ നല്ല രസട്ടാ. നോക്കിയാൽ റെഡ് അടിച്ചിട്ട് കളർഫുൾ ആണോ ചോദിച്ചാൽ കളർഫുൾ അല്ല, പക്ഷെ ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഫ്രെയിം അല്ല. കുറച്ച് ലോങ് ഒക്കെ നിൽക്കുന്ന അടിപൊളിയാണ്. ഇറങ്ങിയിട്ട് പിന്നെ കേറാതായ പണി കിട്ടും. കയറ്റുവാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, നമുക്ക് തിരിച്ചു ഇറക്കും ചിലപ്പോ. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഓഫ് റോഡ് എന്നാ പറഞ്ഞത്. അവിടെ കോഴി ചിക്കൻ ആവോ? സാധനല്ലേ? ഓ നേപ്പാളി പൂച്ച. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് റോഡിൽ നിന്ന് നോക്കട്ടെ എന്താ അവസ്ഥ. ഫുൾ ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങിയിട്ട് വേണം പോവാൻ. വണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്, റോഡ് നോക്കിയിട്ട് വേണം പോകണ്ട. ഡ്രൈവർ അത്യാവശ്യം അടിപൊളിട്ടാ. ആ ചങ്ങായി എനിക്ക് വന്നു കഴിഞ്ഞാൽ തിരിച്ച് പോകാനും അറിയാന്നാ പറഞ്ഞത്. അപ്പൊ നമ്മളെന്തായാലും തിരിച്ച് കൊണ്ടുപോകുന്നു, അതെനിക്ക് ഉറപ്പായിരിക്കും. നേപ്പാളിൽ വന്നിട്ട് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. ഞങ്ങൾ ശരിക്കും വേറൊരു മല കയറിയിട്ട് വേറൊരു ഏരിയക്ക് ഇറങ്ങിയിട്ടാ. കണ്ട അവിടെ നിന്നുള്ള വ്യൂ നോക്കി ഞങ്ങൾ. ആ സീനറി അടിപൊളിയല്ലേ? അവിടേക്കൊക്കെ റോഡുണ്ട് കേട്ടാ. കാർ ഈസ് ബാക്ക്. കിടിലം വ്യൂ കേട്ടോ. അവിടെ നിന്ന് എത്ര കണ്ടായാലും മതിയല്ല. ഓഫ് റോഡ് ഈ ഇന്നോവയും കൊണ്ട് പോയി എന്താവും അറിയില്ല. പൊന്നെ ഏതാ വ്യൂ നോക്കിയൊക്കെ അവിടെ. വേറെ തന്നെ ഒരു വ്യൂ ട്ടാ. അടിപൊളി. ഇതൊക്കെ ശരിക്കും ഗ്രാമപ്രദേശമാണ്. ഇതിൻ്റെ വീടൊക്കെ കണ്ടില്ലേ? മണ്ണ്, അതുപോലെ ഇഷ്ടിക, മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ഇഷ്ടിക കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെയുള്ളതല്ല. അല്ല മുകളത്തെ തേച്ചിരിക്കുന്ന മണ്ണാണ് അല്ലേ? പിന്നെ ഇവിടെയുള്ള കല്ലൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. എന്തായാലും പഴയ സാധനങ്ങൾ. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റാണ് തോന്നുന്നത്. വീട്ടിലും വ്യൂ ഒക്കെ കാണാൻ പോകണം, ഒരു രക്ഷയില്ല. എനിക്കാണെങ്കിൽ വീഡിയോ എടുത്തിട്ട് മതിയാവില്ല. കുസാറിനെ കൊണ്ട് തോറ്റിട്ട് फोर व्हील गाड़ी मिलेगा? आपका फ्रेंड का फोन करो, आने के लिए बोलो, जाएगा. ചോദിക്കാലോ, നമുക്ക് ഒന്നിലും ഒരു ഓപ്ഷൻ വേണമല്ലോ. ഫ്രണ്ട് വരുന്നുണ്ട്. അവന്റെ ഫ്രണ്ട് വരുന്നുണ്ടോ? ഫോർ വീലർ എല്ലാം നമുക്കെല്ലാം പുറകിലിരുന്നിട്ട് പോവാം. അതെ ഒരു പൈസ പറയുമ്പോ റെഡി ആവും അല്ലേ? സെറ്റ് ആവും. നമ്മളിവിടെ എത്തിയിട്ട് ഇനി വണ്ടി പോകും തോന്നില്ല. നമ്മളിപ്പോ വന്ന വഴിയില്ലേ, അത് നമ്മൾ ഇറങ്ങി വന്ന വഴി, ആ വഴി തിരിച്ച് കയറുകയാണെങ്കിൽ ഇപ്പൊ മഴ എന്തെങ്കിലും ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ഫുള്ള് ചളിയാവും. ഈ വണ്ടി തീർച്ചയായിട്ടും കയറില്ല. അപ്പൊ നമ്മൾ വേറെ വണ്ടി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ വണ്ടി എടുത്തിട്ട് പോവാം. അടിപൊളി കാഴ്ച. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചുതരാം. കണ്ടില്ലേ? വാട്ട് എ ബ്യൂട്ടിഫുൾ. നോക്കിയോടെ നായി. ഡേയ് आपका हिंदी मालूम है? മലയാളം അറിയോ എനിക്ക് മോനെ? അല്ല അറിയോ? നമ്മളവിടെ നിന്നറിയോ? നേപ്പാളി ഷോപ്പാട്ടാ. ഉൾഗ്രാമത്തിലും ഒരു ഷോപ്പ്. വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. വലിയ രസമൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. തക്കാളി വിത്തുകളാണ്. പടവളത്തിൻ്റെ വിത്താ. ഇതൊരു ചെറിയ ഷോപ്പാട്ടോ, പലചരക്ക് ഷോപ്പാണ്. എന്തായാലും കാഴ്ചകൾ കണ്ട് ഞങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. എന്താക്കും ആലോചിക്കുന്നത്? വണ്ടി വരുമോ നോക്കട്ടെ.
റേറ്റ് ആദ്യം ചോദിക്കിട്ടാ, എന്നിട്ട് എടുത്ത് ചാടിയാൽ മതി, അല്ലേ ഫുള്ള് സീനാവും. സീന് വിനീതേട്ട ഫ്രണ്ടിൽ കയറട്ടാ, നമ്മളെല്ലാവരും ബാഗിലിരിക്കേണ്ടി വരും. നമ്മള് ഞാൻ വിചാരിച്ചു 4x4 വിചാരിച്ചപ്പോൾ ബൊലാറൊക്കെ വിചാരിച്ചു, പക്ഷെ സീനാണ്. ഇത് വണ്ടി പിക്കപ്പാണ്, ബാക്കിലിരുന്ന് പോകണം, വേറെ തന്നെ അഡ്വഞ്ചർ ആയിരിക്കും. കയറി നോക്കാം, പോവല്ലേ ജിഷ്ണു? റെഡി. അക്കുവും വിനീതാണ്ടും കയറിയിട്ടുണ്ട്. ആ കാഴ്ചകൾ കണ്ടൊക്കെ പൊള്ളിയായിട്ട് പോവാം. ലെറ്റ്സ് ഗോ ജിഷ്ണു. എടാ ഇതിന് ഒരാൾക്ക് എത്ര 500 രൂപ വരില്ലേ നമ്മുടെ ഇന്ത്യൻ പൈസ? ചേട്ടാ ഇന്ത്യൻ പൈസ 500 രൂപ വരില്ലേ? എടാ വെള്ളം ഫ്രണ്ടിൽ കൊടുക്കടാ, അവിടെ ഇരിക്കുന്നവരുടെ കൊടുക്ക്. അല്ല ഒരു ബോട്ടില്ല അപ്പൊ ഞങ്ങൾ എന്തായാലും ഇവിടെ ഇറങ്ങട്ടെ, വേറെ തന്നെ ഫീൽ ആയിരിക്കും, അഡ്വഞ്ചർ എക്സ്പീരിയൻസ്. ലെറ്റ്സ് ഗോ. എന്താ ഇത് പൊളിക്കും എന്തായാലും. ബൈ ടീക്കേ ബൈ. അപ്പൊ ഗേസ് ആളുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ടുണ്ട്. ആള് മോളിൽ കൊണ്ട് നിർത്തില്ല അവിടെ ടൗണിൽ കൊണ്ട് നിർത്തും. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് വന്ന് തിരിച്ചു വരുമ്പോ നമുക്ക് ആളെ കാണാം. അപ്പൊ ആളെന്തായാലും അവിടെ ചില്ലായിട്ടിരിക്കണേ, പോലെ കൃഷ്ണേട്ടാ ഞങ്ങൾ ഇറങ്ങിയിട്ടാ. ഇനി നല്ലൊരു അഡ്വഞ്ചർ യാത്രയെ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ എത്തും. നല്ല സംഭവം കളറാണ്. അതെ 10 കിലോമീറ്റർ ഇങ്ങനെ നിൽക്കണം അല്ലേ, പൊളിക്കും. അത് കളിക്കും എന്തായാലും. കാഴ്ച എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ? അണ്ണാ മോളിൽ പോയി എടുക്ക്. എവിടെയാണ് എവിടെയാണ്ടാ നോക്കണേ ജിഷ്ണു നോക്കിട്ടാ. ഫ്ലിപ്പ് ചിലപ്പോ സ്ലിപ്പാവും. ഉന്മാദമുലവാക്കും ഉന്മാദങ്ങൾ അടിപൊളിയില്ലേ? വേറെ ലെവല് സാധനല്ലേ? അവിടെയുള്ള വ്യൂ നിങ്ങൾ കണ്ടില്ലേ? ഏതാ വ്യൂ നോക്കിയാ? അവിടെ ഫുള്ള് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കട്ടാ. ആ കാണാട്ടാ നമ്മള് പോകാനുള്ള റോഡ് കണ്ടില്ലേ നിങ്ങള്? ആ കാണാൻ നമ്മള് പോകാനുള്ള റോഡാട്ടാ, ഒരു രക്ഷയില്ല. വളഞ്ഞും തിരിഞ്ഞും അങ്ങനെ അറിയും. ഇനിയിപ്പോ പുഴ ക്രോസ് ചെയ്ത് പോണേ. ഓക്കെ ലെറ്റ്സ് ഗോ. പുഴ ക്രോസ് ഇപ്പൊ വലിയൊരു മഴയുണ്ടെങ്കിൽ ക്രോസ് ആക്കാൻ പറ്റില്ല അല്ലേ? ക്രോസ് ആവില്ല അല്ലേ? മഴ നമ്മൾ കുടുങ്ങുമോ അറിയില്ല. എന്തായാലും ഇവിടെ കുറെ ഫാമിലീസ് ഒക്കെ ഉണ്ട് കേട്ടോ, കണ്ടില്ലേ? ഏതാ ഫീൽ അറിയോ? എല്ലാവരും എക്സൈറ്റ്മെന്റ് ആണ്, കിളി പാറിക്കണം. നമ്മുടെ അക്കുസാട്ട് എന്താ അക്കൊരു ഹായ് പറ. അക്കുസാട്ട് അവിടെ ഫ്രണ്ടിൽ ഇരിക്കട്ടാ. ഇതാണ് ഓഫ് റോഡ് പോണേ. മനസ്സിൽ ബാക്കിൽ നല്ല റോഡ് തന്നെ. ഞാൻ വീഡിയോ നിർത്തട്ടെ, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകും സുഹൃത്തുക്കളെ. ഇവിടെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ ഗ്രാമമൊക്കെ ഉണ്ട് കൊണ്ടിട്ട് കണ്ടില്ലേ വീട്. ഇവിടെ താമസിക്കുന്നവരാണ് കൊണ്ട്. അപ്പോൾ ഇവരിവിടെ റോഡിൽ കല്ലൊക്കെ വീഴുന്നത് മാറ്റുക, കല്ല് പൊട്ടിക്കുക, എന്തൊക്കെയോ പരിപാടിയാണ്. എന്തായാലും അടിപൊളി. ഇവിടെ സൈഡ് കെട്ടുക കേട്ടോ. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ അവിടെ ഇതിൻ്റെ സൈഡ് കെട്ടുകയാണ് അവർ. ഓക്കെ ഹായ്. അക്കിന് താറ്റ് എടുത്തിട്ടാ. രക്ഷയില്ലാത്ത കുന്ന് അക്കോ, കുന്ന് പക്ഷെ അവിടെ കൃഷിയാണ് കൊണ്ടിട്ടാ. അടിപൊളിട്ടാ. ഒരു ചൈനീസ് ഫീലൊക്കെ വരുന്നുണ്ട്. ചൈനീസ് ടിബറ്റൻ സ്റ്റൈലൊക്കെയാണ് മൊത്തത്തിൽ ഇവിടെ. എൻ്റെ പൊന്നെ അവിടെ പിടിച്ചെന്നോ എൻ്റെ പൊന്നെ. ഓ ഉള്ളി കിളിവാ. എൻ്റെ ദൈവം വേറെ തന്നെ ലോകട്ടോ. അടിപൊളി അനുവേ ശരിട്ടാ. അടുത്ത മല ഞങ്ങൾ കേറി ഇറങ്ങാണ്. എന്തൊക്കെ ചെയ്യണം ഞാൻ ഇന്ന് പിടിച്ച. അങ്ങനെ നമ്മൾ കുറേ വന്നുട്ടാ. നിങ്ങൾ കുറേ വിഷ്വലൊക്കെ കണ്ടല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ കുറേ അടുത്തൊന്നും വീഡിയോസ് എടുക്കാൻ കഴിയില്ല. വണ്ടി ഓഫ് റോഡ് തിരിഞ്ഞും മറിഞ്ഞില്ലേ അടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിനോട് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വെള്ളം ആ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമാണ്. എന്തായാലും ഇതിന്റെ പേരെന്തെന്ന് പറഞ്ഞാൽ ബാഹുബലി എന്നാണ്. നമ്മുടെ ബാഹുബലി അല്ല, നമ്മുടെ
രാജമൗലിന്റെ ബാഹുബലി അല്ല, ഇത് വേറെ ബാഹുബലി. കാണാൻ ആ ഒരു സ്റ്റൈലുണ്ട് അല്ലേ? ആഹാ. അപ്പൊ നമുക്കെന്തായാലും പോയി നോക്കാം. റോഡ് വയ്ക്കാ കണ്ട എന്റെ പൊന്നെ ജിഷ്ണു പിടിച്ചേക്ക്. പടം ഇറങ്ങി കാണിച്ചില്ല ഉണ്ടല്ലേ? ആഹാ. നമ്മളിതാ വെള്ളച്ചാട്ടം കണ്ടില്ല ഞങ്ങള്. അപ്പൊ ഇതിന്റെ മെയിൻ ഏരിയക്കാണ് പോണേ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഫോട്ടോ കൂടെ ഞങ്ങൾ നോക്കിയില്ല കേട്ടോ. കാരണം ആ ഒരു ത്രില്ല് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. ഫോട്ടോ പോലും കണ്ടിട്ടില്ല, കാണരുത്. അങ്ങനെയാണ് നമ്മൾ പോകേണ്ടത്. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇതുണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ എത്തിയിട്ട് വരാം. ഈ നിന്ന് എൻ്റെ ഇടുപ്പൊക്കെ ഏകദേശം തീരുമാനമായതുകൊണ്ട് നമ്മൾ നല്ല ഗ്രാമപ്രദേശം എത്തിയിട്ട് അവിടെ ചോളമൊക്കെ ഉണ്ട് കേട്ടോ. ചോളം കൃഷിയുണ്ട്. അതുപോലെ നമ്മുടെ അവിടെ നാട്ടിൽ കാണുന്ന കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. നല്ല കിടിലൻ ഗ്രാമങ്ങൾ. വീടിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ കല്ല് വെച്ച് ഫുള്ള് സെറ്റപ്പായിട്ട് മാടും അതുപോലെ പോത്ത്, ആട്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ. നോക്കിയാൽ വീടാണോ അത് എന്തായാലും കടമുറികളാണോ എന്നറിയില്ല. ഇതൊരു ചെറിയ ഷോപ്പാണ്. നോക്കുക ആ ഇവിടുത്തെ ചെറിയ ഷോപ്പുകളിലും ഫുള്ള് ബീറ്, കുപ്പി കാര്യങ്ങളെല്ലാം ചെറിയ പെട്ടിക്കടയിലും കൂടെ കിട്ടും കേട്ടോ. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. സോഡൻ്റെ പകരം ബീറാണ്. അതുകൊണ്ട് എന്തായാലും അടിപൊളി. ഞങ്ങളതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ അത്യാവശ്യം ഒരു ഡെവലപ്പായിട്ടുള്ള ഒരു ബിൽഡിങ്ങും കടയും കാണുന്നുണ്ട്. ഇതൊരു ടൗണാണ് കൊണ്ടിട്ട് എനിക്ക് എന്തായാലും അടിപൊളി. ലെറ്റ്സ് ഗോ. ആ ഒരു വീട് നോക്കി അടിപൊളിയായില്ലേ? അവിടെ പാടത്തിൻ്റെ നടുക്ക് ഇവിടെ ഫുള്ള് നെൽകൃഷി ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉണ്ട്. അടിപൊളിയാണ്. മീനൊക്കെ ഉണ്ടല്ലോ, കോഴിൻ്റെ ചിഹ്നം കാണിച്ചിട്ടുള്ളൂ. അടിപൊളി. എൻ്റെ മോനെ അതാ റോഡാണ്. ആ റോഡിൻ്റെ നടുക്കൂടെ ചാലിൻ്റെ നടുക്കൂടെ റോഡ് എല്ലാം ഒന്നാണ്. ഇതൊരു ടൗൺ കേട്ടോ. അടിപൊളി സ്ഥലം കേട്ടോ. വേറെ ലെവൽ, ഒരു രക്ഷയില്ല. ദൈവം ഞാൻ പറഞ്ഞു നോക്കിയാ എന്ത് ബ്യൂട്ടിഫുള്ളാണ്. അവിടെ ഒരു യെല്ലോ ഷെയ്ഡുള്ളൊരു കെട്ടിടം കൂടി ഉണ്ട്. അത് അടിപൊളിയിട്ട്. അവിടെ നിന്ന് വേറെ മൂട് കണ്ട. ഞാൻ പറഞ്ഞില്ലേ പോത്തൊക്കെ ഉണ്ട് ഇന്ന് കൃഷിക്ക്. ഞങ്ങളുടെ ലൊക്കേഷൻ എത്താനായിട്ടാ ഞങ്ങൾ കയറി മടുത്ത് വണ്ടിയിൽ കുറേ നേരം നിൽക്കുമ്പോൾ രസമായിട്ടായിരുന്നു. പിന്നെ കാലൊക്കെ അടയാൻ തുടങ്ങി. ഞാൻ ഈ മുകളിൽ നിന്നിട്ട് ഈ ഒരു ആംഗിളിലൊക്കെ ഇവിടെയൊക്കെ നിന്നിട്ടാണ് വീഡിയോ എടുക്കില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വേറൊരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ചുറ്റും കഞ്ചാവ് ചെടിയാണ് ഇഷ്ടം പോലെ. ഇതുണ്ടല്ലേ ഞങ്ങളിതാ ഈ കാണുന്ന ഫുള്ള് കഞ്ചാവാണ്. അവിടെ ഫുള്ള് കഞ്ചാവ്. ഒരു കിടിലം ബുദ്ധൻ്റെ ശില്പമാണ്. പക്ഷെ ഫേസ് മറച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഇത് ചോളമാണ് കേട്ടോ. ചോളം ഇവർക്ക് പറിച്ചതുകൊണ്ട് ചോളത്തിൻ്റെ കുറ്റി മാത്രമേ ഉള്ളൂ. അത് നാട്ടിയിട്ട് അതിൽ പയറ് വള്ളി. അത് നല്ലൊരു ഐഡിയ കേട്ടോ. എന്തായാലും നമ്മളെ ബാക്ക് എടുക്കേണ്ടി വന്നു. ഓനെ തിരിച്ചു വിടാൻ. ഇതെവിടെ തിരിക്കാനിപ്പോൾ? ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ ഏകദേശം എത്താനായിരുന്നു. ഫുള്ള് ഗ്രാമപ്രദേശമാണ്. എൻ്റെ ബാക്കിലേക്ക് കണ്ടില്ലേ ഫുള്ള് ചോളമാണ്. ബാക്ക്ഗ്രൗണ്ട് കണ്ടോ വേറെ ലെവല്. ഇതുണ്ടോ അത് ഫുള്ള് ചോളം കേട്ടോ. നമുക്ക് പോണ വഴിക്ക് പറ്റി വരണം പറിക്കാം കേട്ടോ. കഴിക്കാൻ പറ്റുമോ നോക്കാൻ. വണ്ടി എന്താ ഇവിടെ നിർത്തി? എന്താടാ വഴി മാറിയാ? ആള് ഗീർ ചേഞ്ച് ചെയ്യാം. അത് മറ്റേതായിട്ട് വന്നായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു എത്ര കിലോമീറ്റർ ഉണ്ട്? 25 കിലോമീറ്റർ അല്ലേ? 20 കിലോമീറ്റർ 17 കിലോമീറ്റർ കേട്ടോ. 17 കിലോമീറ്ററാണ് നമ്മൾ ഓഫ് റോഡ് അടിച്ചു വന്നത്. ഏകദേശം നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഇനിയിപ്പോൾ വണ്ടി ഇത്ര ദൂരെ പോകുള്ളൂ. വേണമെങ്കിൽ നമ്മുടെ ആ ഫ്രണ്ടിൽ കാണണ്ട ഞങ്ങളുടെ ബാക്ക് അവിടെ ആള് വണ്ടി വേണമെങ്കിൽ കയറ്റുമായിരുന്നു. പക്ഷെ റോഡ് മുകളിൽ കുറച്ച് സീനായതുകൊണ്ട് കയറ്റാതിരുന്നാണ്. അപ്പോൾ ഇവിടെ വണ്ടി നിർത്തി നമുക്ക് കുറച്ച് നടക്കാനുണ്ട്. ഇനിയിപ്പോൾ നടക്കാൻ എത്ര ഉണ്ട് ബ്രോ? എത്ര നടക്കാനുണ്ട്? ജിഷ്ണു തന്നെ കൊണ്ടുപോയെന്നെ. കുറച്ച് ദൂരം നടക്കാണ്ട് തോന്നുന്നു. ഞാൻ ഇറങ്ങിയിട്ട് വരാട്ടാ. നോക്കി എന്ത് ബ്യൂട്ടിഫുൾ ആണ്. ഇവിടെയാണ് ഏകദേശം പാർക്ക് ചെയ്യണം. പിള്ളേരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. അക്കു, അനൂപ്, ജിഷ്ണു പിന്നെ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യായിരിക്കും. നമ്മൾ നടന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഉണ്ട്. ഇനിയിപ്പോൾ മെല്ലെ നടന്നിട്ട് ഓരോ വണ്ടികളായിട്ട് വന്നുകൊണ്ടേയിരിക്കും കേട്ടോ. അതാണ് നമ്മൾ അവിടെ വരുന്ന വഴിക്ക് കണ്ടൊരു സ്കോർപ്പിയോ ആണ്. സ്കോർപ്പിയോ ചിലയിടത്തൊന്നും കയറില്ല, നിർത്തിയിട്ടൊക്കെ വരേണ്ടി വരും. അപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക് നടക്കാം കേട്ടോ. കുറച്ച് നടക്കാണ്ടെന്നാണ് പറഞ്ഞു. വംശനാശം സംഭവിക്കുന്ന കുറേ സാധനങ്ങളാണ് അതിലൊന്നാണ് പോയില്ലേ. വരുന്ന വഴിക്ക് ഫുള്ളതാ ആ നിൽക്കണണ്ട. ഈ 2 മരവും കഞ്ചാവാണ്. അതുപോലെ തന്നെ ഈ സാധനം കഞ്ചാവാട്ടാ. നോക്കിയാൽ കിളിർത്ത് നിൽക്കുന്ന സാധനം, കിളിർത്തിട്ട് സാധനം നോക്കിയാൽ പക്ക കഞ്ചാവ് കിട്ടാം. ഞാനത് റിയലായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സാധനം.
ഇതെന്താ ഇതിൻ്റെ അവസ്ഥ നോക്കട്ടെ. ചെടി നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ പൊന്നതാ കഞ്ചാവിൻ്റെ കാട് കണ്ടാ ഫുള്ള് ഇതാ. ഈ ചെടി ഫുള്ള് കഞ്ചാവ് കേട്ടോ, ഒരു രക്ഷയില്ല അവിടെ. ഇവിടെ എല്ലാ വീട്ടിലും നമ്മുടെ വീട്ടിൽ കറുവപ്പല കടുക് വറുക്കാൻ വെക്കില്ലേ, വീട്ടിൽ കറുവപ്പല വെക്കില്ലേ കടുക് വറുക്കാൻ, ആ ഒരു അതിൻ്റെ ഒരു ഇതിൽ എൻ്റെ മോനെ കടുക് വറുക്കാൻ വെക്കണം ആ ഒരു സാധനം പോലെയാണ് എല്ലാ വീട്ടിലും കഞ്ചാവ് ചെടിയിട്ടാണ്. നമ്മളിപ്പോൾ വേറെ തന്നെ ഒരു ഏരിയയിലെത്തി. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഏരിയയ്ക്ക് പോവാം. അവിടെ കാഴ്ചകൾ അടിപൊളിയാണ്, കിടക്കാൻ തുടങ്ങി. ഇവിടെയും ബൈക്കുകളൊക്കെ കൊണ്ടുവരാം പാർക്ക് ചെയ്തിട്ട്. ടിബറ്റൻ ഫ്ലാഗ് കിട്ടി, നേപ്പാളി ഫ്ലാഗ് ഉണ്ട്, അടിപൊളി കേട്ടോ. അവിടെ ടെൻറ്റാണ് തോന്നുന്നത്, അത് വേറെ തന്നെ ഒരു രക്ഷയില്ല സ്ഥലം. കുറേ ഫോറിനേഴ്സൊക്കെ വരുന്നുണ്ട്, എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാ. ഇവിടെ കണ്ടാൽ ടെൻ്റ് എടുത്ത് നമുക്ക് സ്റ്റേ അടിക്കാം കേട്ടോ. ഹോട്ടലിങ്ങും പരിപാടി സെറ്റപ്പാണ്, ഒന്നുമില്ല. തിന്താര വാട്ടർഫാൾസ് ഇട്ടാ ആ ബോർഡൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാം. നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കാം ഫോട്ടോ എടുക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഞങ്ങളെന്തായാലും നടക്കട്ടെ, കഥയ്ക്കാൻ തുടങ്ങി. ഇനി നടക്കാനുണ്ട് കുറേ അധികം. നമുക്ക് ആ ഒരു ഏരിയ കണ്ടാ അവിടെ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിൽ അതിൻ്റെ എൻഡ് വരെ പോകണം. അതിൻ്റെ എൻഡിൽ ആൾക്കാരുണ്ട്. ഞങ്ങൾ എന്തായാലും ആദ്യം പോയി അതിൽ കൂടെ പോകണ്ടേ? അതെ, അത് പോണ വഴിയാണ് കേട്ടോ. അപ്പോൾ ആ വഴി കൂടെ പോയിട്ടാണ് വെള്ളച്ചാട്ടത്തേക്ക് എത്താൻ. ലെറ്റ്സ് ഗോ. വാട്ടർഫാൾസ് പോയിട്ടൊന്ന് കുളിക്കണം, കുളിച്ചിട്ട് തകർക്കണം, ചാടണം, മറിയണം. കഞ്ചാവിൻ്റെ എല്ലാം എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, കളഞ്ഞിട്ടില്ല. മണത്തോക്കട്ടെ, ഫുള്ള് ടെസ്റ്റിംഗ് ആണ്, ഇതെന്താണ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. കച്ചവടത്തിന് വെച്ചിരിക്കും കേട്ടോ, അടിപൊളി സാധനം. ലെറ്റ്സ് ഗോ. ആഹാ, അടിപൊളി കേട്ടോ, ഒരു രക്ഷയില്ല. എല്ലാവരും ബാക്കിൽ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ഇത് എത്ര എടുത്താലും മതിയാവില്ല, എടുത്തുകൊണ്ടേയിരിക്കാം. അങ്ങനെ അത്രയും നല്ല കിടിലൻ കാഴ്ചകളാണ്. ഒരു രക്ഷയില്ല, കാരണം ഒരു രക്ഷയില്ല. അതാ നമ്മുടെ വെള്ളച്ചാട്ടം കണ്ടു. നമ്മൾ ഇത്രയും ദൂരം നടക്കണം കേട്ടാ. അങ്ങനെ പോയി അങ്ങനെ എത്തണം. എന്ത് ബ്യൂട്ടിഫുള്ളാണ് നോക്കിയാൽ. ഇവിടെ എന്നിട്ട് നമുക്ക് ചില്ലായിട്ട് ഇരിക്കാൻ പറ്റുന്ന കുറേ പ്ലേസൊക്കെ ഉണ്ട് കേട്ടോ. ആഴമൊക്കെ നോക്കി ഒരു രക്ഷയില്ലാത്ത ആഴട്ടാ. അപ്പോൾ ഞങ്ങളെ മെല്ലെ നടക്കട്ടെ. എന്ത് ബ്യൂട്ടിഫുള്ളാണെന്ന് നോക്കിയാൽ. എനിക്കങ്ങനെ പറഞ്ഞത് എക്സ്പ്ലോറിങ് ഞാൻ കിളി പറയിക്കണേ, സത്യം പറയാലോ. നടന്ന് കയറി ഒന്ന് കിളി. പക്ഷെ ഇവിടെ നിന്ന് നടക്കാനൊന്നും വലിയ ടയർഡ്നെസ് ഇല്ല. പക്ഷെ ആ വെള്ളച്ചാട്ടം നോക്കി നിങ്ങൾ അവിടെ കണ്ടോ. അവിടെ പോയി കുളിക്കാൻ പോവാണ്. തോർത്തും ഡ്രസ്സൊക്കെ എടുത്തിട്ട് വന്നിരിക്കുക. കുളിക്കാൻ പോകാൻ വേണ്ടി 3 മണിക്കൂർ ട്രാവൽ ചെയ്ത് വന്നിരിക്കുക. ഏതാ ഫീൽ അറിയാം. നേരെ പോയി വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങുന്നു, ചാടി കുളിക്കുന്നു. അവിടെ പോയാലേ അറിയില്ല അതിൻ്റെ കറക്റ്റ് അടിപൊളി വ്യൂ അങ്ങനെയാണ്. അതിൻ്റെ രസം എന്തൊക്കെയാണെന്ന് അവിടെ എത്തിയാലേ അറിയുള്ളൂ. ഇപ്പോൾ തന്നെ വരുന്ന വഴി നിങ്ങൾ കണ്ടല്ലോ, ഫുള്ള് സീന് മോനെ. നേപ്പാൾ വരണം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും. നീ ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? ഇത്രയും പ്രതീക്ഷ നീ വന്നപ്പോ? എന്താ മോനെ, ഒരു രക്ഷയില്ലാട്ടാ. അനുവന്തി പറയണ നീക്ക് പറയണ്ടേ പറഞ്ഞു. എങ്ങനെയുണ്ട് വിഷ്വൽ? അടിപൊളിയല്ലേ? ആവശ്യം ഉപയോഗിക്കാനുള്ള ഒരു വാഷ്റൂം ഇത്രയും മലൻ്റെ മുകളിൽ ഇവർ സെറ്റാക്കിയിട്ടുണ്ട്. അതെന്തായാലും നല്ലൊരു കാര്യം. പക്ഷെ വലിയ വൃത്തിയൊന്നും ഇല്ലാതുകൊണ്ട് അക്കു കയറിയിട്ടുണ്ട്. വന്നിട്ട് റിവ്യൂ ചോദിക്കാട്ടാ. അക്കു വന്നിട്ട് ബാത്റൂം റിവ്യൂ പറഞ്ഞു തരണേട്ടാ. അക്കു പ്രകൃതി ദ്രോഹി. നമ്മൾ വന്ന വഴിയാട്ടാ അത്. നോക്കിയാ ഞങ്ങൾ തേടി വന്ന സ്വർഗ്ഗം ഈ മലൻ്റെ അപ്പുറത്താട്ടാ. അതിൻ്റെ കിടിലൻ കാഴ്ച നിങ്ങൾക്ക് കാണാം. ഈ മലൻ്റെ മുകളിൽ കയറി അപ്പുറത്തെ സ്വർഗം കാണാട്ടാ. എൻ്റെ പൊന്നെ, ഇതെന്താ, ഇത് വേറൊരു ലോകമല്ലേ? അടിപൊളിട്ടാ കിടിലൻ വെള്ളച്ചാട്ടം. നോക്കിയാ അതാ ആ ഒരു ഏരിയയിൽ പോയിട്ട് നമുക്ക് കുളിക്കട്ടെ. അവിടെ ടിബറ്റൻ ഫ്ലാഗ് കെട്ടി വെച്ചിട്ട് ആൾക്കാർ കുറേ പേര് ഇരിക്കുന്നുണ്ട്. എനിക്ക് എത്രത്തോളം ക്ലിയർ ആവേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ ആ താഴെ വരെ നമുക്ക് നടന്നിറങ്ങാണ്ട് കേട്ടോ. ആ ചോട്ടിക്ക് അങ്ങോട്ട് കണ്ടില്ലേ, ആ ഒരു ഏരിയക്ക് ഇറങ്ങാണ്ട്. നോക്കിയാൽ ഈ വെള്ളത്തിൻ്റെ നേരെ താഴ്വാരം ഒരു രക്ഷയില്ല കേട്ടാ. ഷൂ അക്കു എങ്ങനെയുണ്ട്? പറയാൻ വാക്കുകളൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എനിക്ക് അത്രയേ ഉള്ളൂ, പറയാനൊന്നും അറിയില്ല. കാണുക, അത് എക്സ്പ്ലോർ ചെയ്യുക. ഇതിനെങ്ങനെയാണ് വർണ്ണിക്കുകയെന്നൊന്നും എനിക്കറിയില്ല. അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ. നിങ്ങൾക്ക് അത് ശരി കേട്ടോ. ഫോണിൽ നിങ്ങൾക്ക് കാണുമ്പോൾ എത്രത്തോളം അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി കിട്ടുന്നതെന്ന് എനിക്കറിയില്ല. ഇത് നല്ല ലോങ് ആണ് കേട്ടോ, ഇങ്ങനെ കാണുന്ന പോലെയല്ല, നല്ല ലോങ് ആണ്. വീണ്ടും സ്വർഗത്തിൻ്റെ മറ്റൊരു വ്യൂവിലെത്തിയിട്ടാ ഇതല്ല ഇറങ്ങണേ. അവിടെ അപ്പുറത്തെ സൈഡാടാ. കുളി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കുളി കുളിക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ അത്യാവശ്യം വേർത്തു. ഇത് പോയി കുളിച്ച് ഫ്രഷായി തിരിച്ച് കയറ്റം കയറുമ്പോഴേക്കും
കുളി കഴിയുമ്പോൾ തന്നെ ഒരു ടയേർഡാകും കേട്ടോ. വെള്ളച്ചാട്ടത്തിൽ കുളിച്ച് ഓൾറെഡി ടയേർഡാവും നമ്മൾ. ഫ്രഷ്നെസ് ഒക്കെ കിട്ടും. കുളി കഴിഞ്ഞ് നമ്മൾ കയറി കഴിഞ്ഞാൽ കുറച്ച് നേരം ഒരു സീനാണ്. അറിയില്ല, വയ്യ സംസാരിക്കാനൊന്നും. ഇവിടെ നിന്നൊരു കിടിലൻ വ്യൂ പോയിന്റ് കേട്ടോ. നോക്കിയാ കണ്ടോ എൻ്റെ മോനെ, ഇപ്പം സാമ്പം വേറെ ലെവലായിട്ടാ. രക്ഷയില്ലാത്ത കേട്ടോ. നോക്കി ഇറങ്ങിയില്ല സുരുദ്ധി അങ്ങോട്ട് പൂട്ടാ. പാറ വഴുക്കലുണ്ട് കേട്ടാ. പാറ വഴുക്കുന്നുണ്ട്. അവന്മാരുടെ അടുത്ത് ആരും പറയണ്ടേ. വന്നിട്ട് ഒരുമിച്ച് പോയാൽ മതിയാ. മലയാളം കേട്ട് കോരിത്തരിച്ച് നിൽക്കട്ടാ. അങ്ങനെ അവരെൻ്റെ മലയാളം കേട്ടിട്ട് അവർ ചോദിക്കാതെ ഏതാ ഭാഷ, അത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ നമ്മളിതാ വെള്ളച്ചാട്ടത്തിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെയാണെങ്കിൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു കോടമഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. വെള്ളച്ചാട്ടത്തിലല്ല കേട്ടോ, ഫുള്ള് കോട കയറാൻ തുടങ്ങി. ഇനി എനിക്ക് തോന്നുന്നു ഇനി വ്യൂ ഒക്കെ കുറയും. നമുക്ക് വെള്ളച്ചാട്ടത്തിൽ കുളി നടക്കും കേട്ടോ. ഫുള്ള് കോട കയറാൻ തുടങ്ങി. പെട്ടെന്നാണ്, ഒരു രക്ഷയില്ല, സ്വർഗം. അങ്ങനെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു നേരെ അടിയിലേക്ക് എത്തിയിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ കുളിക്കാനോ അല്ലെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ളൊരു സെറ്റപ്പാണ്. പക്ഷെ അത് വലിയ നീറ്റൊന്നുമില്ല. പക്ഷെ എൻ്റെ മോനെ നോക്കിയാൽ എൻ്റെ ഒരു വ്യൂ ഒരു രക്ഷയില്ലാട്ടോ. അടിപൊളി സംഭവം. ഇവിടെ ആണെങ്കിൽ എനിക്ക് ചിൽഡ്രൻസിനൊക്കെ കുളിക്കാം. അതിൻ്റെ മുകളിൽ കയറി നമുക്ക് കുളിക്കാം. അടിപൊളി ഒരു രക്ഷയില്ല. അങ്ങനെ സൂര്യൻ അവിടെ ഉദിച്ചുകൊണ്ടിരിക്കുക. ഒരു രക്ഷയില്ലാത്ത സാധനം. ഇവിടെ എത്തിയിട്ട് നമ്മൾ എവിടെയെങ്കിലും ഡ്രസ്സൊക്കെ ഒന്ന് വെച്ച് സെറ്റായിട്ട് നമുക്ക് നേരെ ഇറങ്ങാൻ കുളിക്കാട്ടോ. അടിപൊളി. ഇവിടെ എല്ലാവരും വന്ന് എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ ആൾക്കാരുണ്ട്, കുറച്ച് പേര് ഇതാണ്. പക്ഷെ വെള്ളം പൊതുവേ നോർമലി കുറവാണെന്നാണ് എൻ്റെ ഏട്ടൻ പറഞ്ഞത്. അപ്പോൾ വെള്ളം കുറവാണെങ്കിലും സോ ഐ ആം ഹാപ്പി കുളിക്കാൻ. ഞാനും അച്ചു റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ നേരെ ഇറങ്ങാം കേട്ടോ. ആക്ച്വലി ഇവിടെ വേണമെങ്കിൽ ഇറങ്ങാം, പക്ഷേ അവിടെ കുറച്ച് സീനാണ്. ലെറ്റ്സ് ഗോ. എൻ്റെ മോൻ അവിടെയൊക്കെ ആൾക്കാരാണ് കേട്ടോ. അവിടെ നോക്കി അവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. എൻ്റെ മോനെ രക്ഷയില്ല. അടിപൊളി. നമ്മുടെ പിള്ളേർ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എക്സൈറ്റഡിൻ്റെ അങ്ങേയറ്റം. നമ്മുടെ ബാഗ് അതാ ആ കാണാം കേട്ടോ. അച്ചുബാ ഇല്ലല്ല, വഴുക്കല്ല, നോക്കി വന്നാൽ മതി. വഴുക്കലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ. പാറയിൽ ഇവർ വെട്ടിട്ടുകൊണ്ട് കുഴപ്പമില്ല. ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കിടിലൻ വ്യൂ നോക്കി ഞങ്ങളിതാ. ഓഹാ, എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ലോങ് എന്ന് കാണുമ്പോൾ ഞാൻ അത്രയും പ്രതീക്ഷയില്ല. എന്നിരുന്നാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നെ, ഇപ്പം എങ്ങനെയുണ്ട്? നേപ്പാൾ വന്ന് എനിക്ക് മുതലായി എന്നോ പറയാനുള്ളൂ. എത്ര രൂപ കൊടുത്ത് വന്നാലും സോ ബ്യൂട്ടിഫുൾ, അടിപൊളി, നൈസ്. നമ്മുടെ പിള്ളേർ അവിടെ ഉണ്ട് കേട്ടോ. അതാ നിൽക്കുന്ന അനൂപ്, അക്കു ബ്രോ, പിള്ളേരൊക്കെ റെഡി ആവണേ ഉള്ളൂ. അപ്പോൾ അവരെന്തായാലും റെഡിയായി വരട്ടെ. ഞങ്ങൾ അപ്പോഴേക്ക് ഇവിടെ നിന്ന് കുളിച്ച് സെറ്റായി പൊളിക്കട്ടെ കേട്ടാ. ഞാൻ നേരെ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. ഇനി ഞാൻ നേരെ ചോട്ടി പോകുന്നു. നമ്മുടെ ഫോൺ അവിടെ കൊണ്ട് വെക്കുന്നു. ഇനി ഞങ്ങളൊന്ന് കുളിച്ച് തകർത്ത് തിമിർത്തിട്ട് വരാം. കോടമഞ്ഞ് പോയ ശേഷം ഞാൻ ഇവിടുത്തെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, കോടമഞ്ഞ് പോയ ശേഷം ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. കണ്ടോ, നേരെ ബാക്കിൽ ഇത്രയും വലിയ വെള്ളച്ചാട്ടവും നേരെ ഫ്രണ്ടിൽ കണ്ണത്താ ദൂരത്ത് നീണ്ട് നിവർന്ന് കിടക്കുന്ന മലനിരകളും. അടിപൊളി. നമ്മൾ വന്ന വഴി അവിടെ നിന്നാണെന്ന് അറിയാതാ. അവിടെ നിന്നുള്ള വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതിയെ കയറി ഇതിയെ ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ വന്നു. ചിലയിടത്തൊക്കെ വഴുക്കലുണ്ട് കേട്ടോ. എന്താ ഞങ്ങൾ ശ്രദ്ധിച്ച് പോവാണ്. ഇതാട്ടോ കണ്ടോ, ഇറങ്ങിപ്പോണ വഴി കണ്ടില്ലേ. തിരിച്ചിറങ്ങി നേരെ ഫോൺ കൊണ്ട് വയ്ക്കട്ടെ. അപ്പോഴേക്കും ആൾ കൂടിയിട്ടാ. കയറുന്ന പോലെയല്ല, വൻ സീനാണ് ഇറങ്ങി. പേരെന്താ? ബ്രദർ അനൂപും പിള്ളേരൊക്കെ റെഡി ആയിട്ട് വരുന്നുണ്ട്. അവരെന്തായാലും അവിടെ വരട്ടെ. അവരെന്തായാലും മോള് കണ്ടിട്ടില്ല. അവർ മോളിൽ പോയിട്ട് ആ വാട്ടർഫാൾസിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ട് വരും. ഞാനപ്പോൾ ഈ ഫോൺ വെച്ചൊന്ന് ചില്ലാവട്ടെ കേട്ടാ. പൊളിയാണ്. മുകളിൽ വേറെ മൂടാണ്. പോയി നോക്കിട്ടാ. അക്കോ പൊളിക്കോ. അക്കോ മുകളിൽ വേറെ അടിപൊളി സ്ഥലമാണ്. പോയിട്ട് വാ, ഒരു രക്ഷയില്ല. ജിഷ്ണോ അകർക്ക്. അങ്ങനെ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി, അടിപൊളിയായി, എല്ലാവരും സെറ്റായി. അക്കു എല്ലാവരും റെഡിയായി. ജിഷ്ണോടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വന്ന പോലെ കേട്ടോ, വേറെ കുറേ ആൾക്കാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഒന്നും കൂടെ ലേറ്റ് ആയപ്പോൾ കാണാൻ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കണ്ടില്ലേ, അവിടെ നിന്ന് തുടങ്ങുന്ന വെള്ളച്ചാട്ടം കേട്ടോ. ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെയാണ് ആൾക്കാർ ഇവിടെ വരുന്നത്. എനിക്കൊന്ന് ലോക്കൽസാണ് കൂടുതൽ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്തായാലും ഇറങ്ങട്ടെ. നമ്മൾ വണ്ടീൻ്റെ അവിടെ എത്തിയിട്ട് വരാട്ടാ. മച്ചന്മാരെ, ഞാൻ വരുന്ന വഴിക്ക് കുറേ പൂ കളക്ട് ചെയ്തിട്ടാ. അപ്പോൾ എല്ലാം കൂടെ വയ്ക്കുമ്പോൾ നല്ലൊരു രസം, അടിപൊളി കേട്ടോ. ഒരു രക്ഷയില്ല.
ഞങ്ങളിവിടെ വണ്ടി നിർത്തിയിട്ടാണ് നമ്മുടെ വണ്ടി ഫ്ലവർ ഇവിടെ ഉണ്ട് കേട്ടാ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ തിരിച്ചിറങ്ങുകയാണ്. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കാഠ്മണ്ഡുക്ക് എത്തിയിട്ട് കാണുള്ളൂ നമ്മൾ. അതെ, ചേച്ചിമാർ നമ്മുടെ ഫ്ലവറൊക്കെ കണ്ടിട്ട് അവരങ്ങനെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കട്ടാ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ടയേർഡായി, നല്ല ടയേർഡായി. ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് കഴിക്കണം. ആപ്പിൾ ഉള്ളത് കഴിക്കണം. ഒരു ആപ്പിൾ ഉണ്ട്, നമ്മുടെ ചെക്കൻ ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിഷ്ണു തല വെയിൽ കൊള്ളാതിരിക്കട്ടാണ് സീന്. അപ്പോൾ എന്തായാലും അതെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് ബൈ 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 പറഞ്ഞ് ഇറക്കുകയാണ്. ബൈ സീ യു. അങ്ങനെ മച്ചാന്മാരെ നമ്മുടെ ഈ ഒരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞ് ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടില്ലേ. ഈ ഒരു വീഡിയോസ് ഞാൻ അവിടെ എന്താക്കണേ, മറ്റൊരു കിടിലൻ വീഡിയോസ്, അതും ഇത്രയും വലിയൊരു അഡ്വഞ്ചറിൽ നിന്നിട്ട് എന്താക്കണേ. നമ്മളിനി നേരെ കാറിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണേ. ആ സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും സീ യു, ബൈ. എടാ ഒരു ബൈ പറയടാ ജിഷ്ണു. ബൈ 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 ബൈ. അങ്ങനെ നീണ്ട ഓഫ് റോഡ് റൈഡിന് ശേഷം ഞങ്ങൾ നമ്മുടെ ശ്യാമണ്ണൻ്റെ അടുത്ത് എടുത്തില്ല. ശ്യാമണ്ണനാണ് ഇവിടെ ഇരുന്ന് പ്രാന്തായി തോന്നുന്നുണ്ട്. അമ്പേ, ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഗോ. നമ്മുടെ അക്ബറിൻ്റെ ബ്രദറിൻ്റെ ഹോമിക്ക് പോവാണ് കേട്ടോ.